സ്വാഗതം. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഉറക്കക്കുറവിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അധികം ആൾക്കാരും ഉറക്കില്ലാണ്ട് ഭയങ്കര ടെൻഷനിലായിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ മെയിനായിട്ട് ഞാനും. കാരണം എന്ന് വെച്ചാൽ എനിക്കെല്ലാം ഉറക്കം വളരെ കുറവാണ്. മച്ചൻ പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ ഓണമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ബിന്ദു ഓണത്തിന് കടയിൽ ബാക്കിയുള്ള ക്യാരറ്റും ഇതെല്ലാം പച്ചക്കറി എല്ലാം കൊണ്ട് ചെറിയൊരു രീതിയിൽ അവിയലാക്കേണ്ട പരിപാടിയാണ്. നമുക്ക് ഇപ്രാവശ്യം ഓണം ഉണ്ടായിട്ടില്ല അല്ല ഓണം ആഘോഷിച്ചിട്ടില്ല. കാരണം അച്ഛൻ മരിച്ചിട്ട് അത്രയൊന്നും അതിൻ്റെ ഒരു 3-4 മാസം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓണം ആഘോഷമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമുക്കെല്ലാവർക്കും ഈ ഉറക്കക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ മെയിനായിട്ട് ഞാനും. അപ്പോൾ ഇതിനിടെയായിട്ട് നമ്മൾ ഒരു ഡോക്ടർ രാജേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ഒരു വീഡിയോ കാണുകയുണ്ടായി. ഡോക്ടർ രാജേഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു വീഡിയോ, ആ ഒരു വീഡിയോ ആണ് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. കാരണം വേറെ ഒന്നല്ല, നമ്മളൊരു നേന്ത്രപ്പഴത്തിൻ്റെ ഒരു തൊലി മാത്രം മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറക്ക് കിട്ടാൻ എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ട് അത് നമ്മൾ പരീക്ഷിക്കേണ്ട ഒരു പരിപാടിയിലേക്കാണ് ഈ വീഡിയോ. ആ വീഡിയോ പരീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആൾ സുഭാഷ് ആട്ടണം. എന്ന് വെച്ചാൽ ഒരിക്കലും 1 മണിക്ക് 10 മണിക്ക് കിടന്നാൽ 1 മണി 2 മണിയെല്ലാം ആണോ ഉറങ്ങാൻ? 3 മണി ഇവളെല്ലാം ഒരു 3 മണി 4 മണി എനിക്ക് പുലർച്ചക്കാണ് ഉറക്ക് കിട്ടും. ആ ഉറക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും എണീക്കും. അതാണ് നമ്മളെ അവസ്ഥ. അപ്പം പരീക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആള് ബിന്ദു പറഞ്ഞ കണക്കിന് ഞാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനാകുമ്പോൾ വേറെ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശസ്തനായ ഡോക്ടറാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ധൈര്യത്തിൽ എന്തായാലും അത് പരീക്ഷിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നും വൈകുന്നേരം മുതൽ നമ്മൾ ആ വെള്ളം പഴത്തൊലി മുറിച്ചിട്ടിട്ട് വേവിച്ച ആ ഒരു വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഏതായാലും പരീക്ഷണം ആരംഭിക്കുമെന്ന്. ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലായിട്ടുള്ള ആയിട്ടുള്ള വീഡിയോ അന്നു തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ തന്നെ വേറൊരു പരീക്ഷണമായിരുന്നു. നമ്മൾ തൈരും ചായപ്പൊടി കാപ്പിപ്പൊടി അല്ലേ, കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മളെ തലമുടി കറുപ്പിക്കാം, വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ തലമുടി കറുപ്പിക്കാന്നുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് ശരിയായിട്ടില്ല. ചിലപ്പോൾ അത് ഓരോരാളെ മുടീൻ്റെ ഇതായിരിക്കും, പക്ഷെ എനിക്ക് നല്ല രീതിയിലായിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഫുള്ളല്ല. ഞാനിപ്പോൾ അന്ന് ചെയ്തതിന് ശേഷം ഞാൻ ഡൈ ചെയ്തിട്ടില്ല. എന്നിട്ട് തന്നെ ഏകദേശം ഒരു നല്ല രീതിയിൽ കറുത്തിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 1-2 പ്രാവശ്യം കൂടി ചെയ്ത് നോക്കണം. അതിന് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 1-2 സ്ഥലത്ത് എവിടെയെല്ലാം അത് ഞാൻ തേച്ചതിൻ്റെ മിസ്റ്റേക്കാണ്. പിന്നെ വേറെ അതിൽ പറ്റിയ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചീൻചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തുരുമ്പുള്ളത് എടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത ചീൻചട്ടിയിൽ വലിയ തുരുമ്പുണ്ടായിട്ടില്ല. അങ്ങനെ 1-2 പാഴ്ചകളും ഉണ്ടായിരിക്കാം കുറച്ച് ഒരു കുറഞ്ഞത്. എന്നാലും നല്ല രീതിയിൽ മുടി കറുത്തിട്ടുണ്ട്. വേറെ നമ്മളെ ബ്ലാക്ക് ഡൈ ചെയ്യുന്നത് പോലെ അല്ലെങ്കിലും ഒരു നല്ല മോശമില്ലാത്ത രീതിയിൽ ഇതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പരീക്ഷണവും വിജയിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം സമയം ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം ഒരു സന്ധ്യാസമയത്ത് ഇത് കഴിക്കാനാണ് ഡോക്ടർ പറയുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കക്കുറവ്, ടെൻഷൻ, ആങ്സൈറ്റി ഇതെല്ലാം ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇടക്കാലത്ത് കുറേ കാലം മരുന്ന് കഴിച്ചിട്ട് തന്നെ ഞാൻ ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് അടുത്ത കാലത്തായിട്ട് പിന്നെയും കുറച്ച് ഉറക്കമുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് പരീക്ഷിക്കാം. അതിനായിട്ട് വേണ്ടത് നമ്മളത് ഒരു പഴം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നല്ല കഴുകി ക്ലീനാക്കി അതിൻ്റെ ചെളിയും മണ്ണും അതെല്ലാം കളഞ്ഞ് അതിൻ്റെ പുറത്തെല്ലാം കെമിക്കലെല്ലാം ഉണ്ടാവും, അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷനിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം വേണം. 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അത് 1 ഗ്ലാസ് ആക്കി മാറ്റുക വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വെള്ളം എടുക്കാൻ. അപ്പോൾ നമുക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അപ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കണം. നല്ല തിളച്ചിട്ടാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പഴത്തിൻ്റെ തൊലി ഇടാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ 2 പഴത്തിൻ്റെ തൊലി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഇത് നല്ലോണം ഏകദേശം ഒരു 5 മിനിറ്റോളം വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 5 മിനിറ്റോളം അതിൽ തിളച്ചിട്ട് അത് 1 ഗ്ലാസ് വെള്ളമായി മാറിയിട്ടാകുമ്പോൾ തണിഞ്ഞതിന് ശേഷം കുടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം അതൊരു 5 മിനിറ്റ് ഇനി നിൽക്കട്ടെ. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇറക്കി വെച്ച് തണിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കുടിക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഏത്തപ്പഴം 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്.
പിന്നെ നല്ല രീതിയിൽ തിളച്ചിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം 1 ഗ്ലാസ് വെള്ളമായിട്ട് മാറിയിട്ടുണ്ടാവും വിചാരിക്കുക. അപ്പോൾ നമുക്കിത് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വെള്ളം കുറച്ച് തണിയാൻ വെക്കാം. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക്, വേറൊരു പാത്രത്തിലേക്ക് തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ ബനാന ടീ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഏകദേശം തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഞാനിത് കുടിക്കാൻ പോകുമെന്ന്. പിന്നെ പ്രത്യേകിച്ച് ഡോക്ടർ ആ വീഡിയോയിലൊരു കാര്യം പറയുന്നുണ്ട്, വൃക്ക രോഗികൾ ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡോക്ടറെ വീഡിയോ കണ്ടിട്ട് അതെങ്ങനെ ഉണ്ടാക്കിന് അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന മാതിരി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഞാനിത് കുടിക്കാൻ പോകുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പുളിമാതിരിയുള്ളൊരു ടേസ്റ്റാണ്, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഇനി ഇതിൻ്റെ വീഡിയോ ബാക്കി വരുന്ന ഭാഗം നാളെ രാവിലെ ഞാൻ എടുക്കും. അതേപോലെ തന്നെ ഇത് 2 ആഴ്ച തുടർച്ചയായിട്ട് കഴിക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. അതിന് ശേഷം കഴിക്കണം എന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു 2-3 ദിവസം കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാ സുഭാഷേട്ടൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ പഴം തൊലിയിട്ട് പതപ്പിച്ച വെള്ളം കുടിച്ചിട്ട് എന്തുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. ഉറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ ഇപ്പം അതുകൊണ്ടാണ് ഇത് നേരം പോയിട്ട് എണീച്ച് വരുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മൾ ബനാന ടീ കുടിച്ചു. പക്ഷേ എനിക്കൊരു വ്യത്യാസവും തോന്നിയിട്ടില്ല. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ യാതൊരു വ്യത്യാസവും തോന്നിയിട്ടില്ല. സാധാരണ എങ്ങനെയാണുള്ളത് അതേമാതിരി തന്നെ. ഉറങ്ങാനും ലേറ്റായിട്ട്. പിന്നെ അതിൽ ഡോക്ടർ പറയുന്നുണ്ട് മറ്റേ ആങ്സൈറ്റി കുറയും, പിന്നെ നല്ല എനർജി കിട്ടും, രാവിലെ വെക്കുമ്പോൾ നല്ല എനർജി കിട്ടുന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസം തോന്നിയില്ല. സാധാരണ ഒരു പച്ചവെള്ളം കുടിച്ചൊരു എഫക്റ്റ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇനി ഒരു ദിവസം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി 7 ദിവസം അല്ല 2 ആഴ്ച കുടിക്കണം എന്നാണ് പറഞ്ഞത്. എന്തായാലും 2 ആഴ്ച നമുക്ക് കുടിച്ചു നോക്കാം. ഇതിൽ വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. കാരണം ഒരു ദിവസം കുടിച്ചിട്ട് യാതൊരു മാറ്റവും കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനി മറ്റുള്ളവർക്ക് എന്താണെന്ന് പറയാൻ കഴിയില്ല. ഞാൻ പരീക്ഷിച്ചതിൽ എനിക്ക് യാതൊരു മാറ്റവും കാണുന്നില്ല. അപ്പോൾ നമുക്കിനി കുറച്ച് ദിവസം കൂടി കുടിച്ചിട്ട് ബാക്കി നമുക്ക് അതിൻ്റെ. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്ന് ബനാന ടീ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം 5ാമത്തെ ദിവസമാണല്ലേ. നമ്മൾ 4 ദിവസം കുടിച്ചത് 5ാമത്തെ ദിവസമാണ്. പക്ഷെ എനിക്ക് ഈ 4 ദിവസമായിട്ടും യാതൊരു മാറ്റവും എനിക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഇനി ഏതായാലും ഒരു 1-2 ദിവസം കൂടി കുടിച്ചിട്ട് നമുക്ക് ഏതായാലും റിസൾട്ട് നോക്കാം. ഇന്ന് ഇത്രയും ദിവസമായിട്ട് വലിയ മാറ്റമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നും പരീക്ഷണത്തിനായി നമ്മൾ ബനാന ടീ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി അടുപ്പിച്ച് വറ്റിച്ച് വെച്ചിട്ടുണ്ട് തോന്നും. കുറച്ച് നല്ല മഞ്ഞ കളറുണ്ട്. പിന്നെ ഇന്നലത്തെല്ലാം അങ്ങനെ തന്നെ കുറച്ച് ഡാർക്കായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ ഇന്നും കുടിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ഇത്ര ദിവസം കുടിച്ചിട്ട് വലിയ റിസൾട്ടൊന്നും ഇല്ല. എനിക്കൊന്നിന് 7ാമത്തെ 8ാമത്തെ ദിവസം ആക്കാൻ തോന്നും. അപ്പോൾ ഇന്നും കൂടി കുടിച്ചിട്ട് നമ്മൾ നിർത്തേണ്ട ഒരു നാളെയും കൂടി ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ നിർത്തേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്ക് നാളെ ഫൈനലായിട്ട് നാളെ പറയാം. കാരണം ഇത്ര ദിവസമായിട്ട് പിന്നെ ഉറക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നാളെയും കൂടി നോക്കിയിട്ട് പരിപാടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട പരിപാടി. കാരണം ഇത്രയും ദിവസമായിട്ട് നമുക്ക് റിസൾട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളിതിന് വലിയ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ബനാന ടീ ഇപ്പോൾ ഏകദേശം 5-8 ദിവസമായിട്ട് നമ്മൾ കുടിച്ച് എനിക്ക് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ എഫക്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഈ പരിപാടികൾ നിർത്തുകയില്ല. കാരണം തീരെ ഒരു റിസൾട്ട് ഇല്ലാത്തൊരു പാനീയം നമ്മൾ കുടിച്ചിട്ട് വെറുതെ സമയം കളയണ്ട. നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ പരീക്ഷിച്ച് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യമായി ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഓരോ യൂട്യൂബിലെ വീഡിയോയിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥയായിട്ടുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള പരീക്ഷണങ്ങളുമായി വീണ്ടും ഒരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.